എല്ലാവർക്കും സ്നേഹവന്ദനം. ഓൺലൈൻ മീറ്റിങ്ങുകൾ നന്നാണ് എന്നിരിക്കലും ഒരുമിച്ച് ഫിസിക്കൽ കൂടിവരവിന്റെ പ്രയോജനം തീർച്ചയായിട്ടും അവ ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ ചെയ്യാത്തതിന്റെ കാരണമെന്ന് പറയുന്നത് സഭ എന്ന വാക്കിന്റെ നിർവചനം തന്നെ വിശ്വാസികളുടെ കൂട്ടമെന്നാണ്. വിശ്വാസികളുടെ കൂട്ടം. പൗലോസ് അപ്പോസ്തലനും പത്രോസുമൊക്കെ സഭയെക്കുറിച്ച് പഠിപ്പിച്ചതായിരിക്കുന്ന കാലത്ത് ഫിസിക്കൽ കൂടിവരവല്ലാതെ ഓൺലൈൻ കൂടിവരവിനുള്ള യാതൊരു സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. എന്തിന് നമ്മുടെ തന്നെ ഒരു 15 വർഷം മുമ്പ് ഇങ്ങനെ ഓൺലൈൻ കൂടിവരവ് ചിന്തിക്കാൻ കൂടെ കഴിയുമായിരുന്നു. ഇന്ന് സാങ്കേതിക വിദ്യയൊക്കെ വളരെ വർദ്ധിച്ചു. എന്നിരുന്നാലും ഫിസിക്കൽ കൂടിവരവിന്റെ പ്രയോജനവും അതിൻ്റെ ശക്തിയും പ്രസക്തിയും ഓൺലൈൻ കൂടിവരവുകൾക്കില്ല എന്ന് നാം ഞാൻ നിങ്ങളെ ആദ്യമേ തന്നെ ഓർപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണെങ്കിലും കഴിവുള്ളിടത്തോളം വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്നതാണ് നല്ലത്. ക്ലാസ് എടുക്കുന്ന അധ്യാപകനും ഒരുമിച്ച് കൂടി ഒന്ന് ക്ലാസ് എടുക്കുന്നതാണ് നല്ലത്. പിന്നെ അതിനുള്ളതായിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കണക്കെടുത്തുകൊണ്ടാണ് നാം ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്ക് ഉള്ള ന്യൂനതകൾ പലതുണ്ട്. അതിലൊരു ന്യൂനത എന്ന് പറയുന്നത് ഈ ക്ലാസ്സിൽ ആത്മാർത്ഥമായ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഇതുകൊണ്ട് പ്രയോജനം വരുത്താനായിട്ട് കഴിയും. പലരും ഇതിൽ കയറിയിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകും. ഓൺ ചെയ്തിട്ടിട്ട് ഇടയ്ക്ക് വന്നൊന്ന് കേൾക്കും. അതുകൊണ്ടൊന്നും ഈ ക്ലാസ് കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ല. പ്രയോജനം വേണമെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ ഈ ക്ലാസ്സുകൾ സജീവമായി കേൾക്കുകയും നോട്ട് എഴുതുകയും അല്ലെങ്കിൽ ക്ലാസ് റെക്കോർഡ് ചെയ്ത് അത് പിന്നെ കേൾക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. സഭയുടെ പ്രായോഗിക ശുശ്രൂഷകളെ കുറിച്ചും നന്മകളെ കുറിച്ചുമാണ് എന്നോട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. മൂപ്പന്മാര്, ഡീക്കന്മാര്, വിശ്വാസികള്, അവരുടെയൊക്കെ ശുശ്രൂഷകൾക്കുണ്ടാകുന്ന നന്മകള്, പ്രതിബന്ധങ്ങള്, എങ്ങനെ സഭയെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് വിഷയം. അതിന് ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് എല്ലായിടത്തും പറയുന്ന കാര്യം കൂടി വരുന്നതാണ് സഭ എന്നുള്ളത് കൊണ്ട് സഭയുടെ കൂടിവരവുകൾ സജീവമാക്കുക എന്നതാണ് സഭയെ ശക്തമാക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. സഭ കൂടി വരുന്നതാണ്, കൂടി വരാത്തത് സഭയെ അല്ല. അത് വാക്കിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. തിരുവനന്തപുരത്ത് എന്നാൽ നമുക്ക് നിയമസഭാ മന്ദിരം കാണാം. പക്ഷെ നിയമസഭ കാണണമെങ്കിൽ അത് കൂടി വരുന്ന സമയത്തേ ഉള്ളൂ. ലോകസഭാ മന്ദിരം കാണാമെങ്കിലും ലോകസഭ കാണണമെങ്കിൽ ന്യൂഡൽഹിയിൽ അത് കൂടി വരുന്ന സമയത്ത് ചെല്ലണം. കാരണം സഭ എന്ന് പറയുന്നത് കൂടി വരുന്നതാണ്. കൂടി വരുന്ന സ്ഥലത്തിന് സഭ എന്ന് പറയാറില്ല. കൂടി വരുന്ന ഒരു വെറും ആശയമല്ല, അത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എത്രയധികം സഭ കൂടി വരുമോ, വിശ്വാസികൾ സഭയായി കൂടി വരുമോ, അത്ര കണ്ട് ആ സഭയ്ക്ക് വളരുവാനും ശക്തി പ്രാപിക്കുവാനും കഴിയും. ഇന്നത്തെ ആളുകൾക്ക് കൂടി വരുവാൻ വലിയ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അതിനവര് പറയുന്നത് അവരുടെ ജോലി ബന്ധപ്പാടുകളൊക്കെയാണ്. വാസ്തവത്തിൽ ഏത് കാലത്തേക്കാൾ കൂടുതലും യാത്രയ്ക്കുള്ളതായിരിക്കുന്ന സൗകര്യങ്ങളൊക്കെ ഇന്നാണുള്ളത്. ഒരു ബൈക്കെങ്കിലും ഇല്ലാത്ത ഒരു പാവപ്പെട്ടവന്റെ വീട് പോലും ഇന്നില്ല. സാധാരണക്കാരന്റെ വീട്ടിൽ 1-2 കാറുകളും 1-2 ബൈക്കുകളും കാണും. പോകാനും വരാനും അവർക്ക് മനസ്സുണ്ടെങ്കിൽ പോകുവാനും വരാനുള്ളതായിരിക്കുന്ന സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് സജീവമായ ഒരു സഭ, അനുഗ്രഹീതമായ ഒരു സഭ വേണമെന്ന് ആഗ്രഹിക്കുന്നവരോട് ഞാൻ ആദ്യമായിട്ട് തന്നെ പറയട്ടെ, കൂടി വരുവാനുള്ളതായിരിക്കുന്ന മനസ്സുണ്ടെങ്കിലേ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ ലഭിക്കും. അതിന് പകരം നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യങ്ങളും അത് പ്രാഥമികമല്ല, അതൊരു സെക്കൻഡറിയാണ്. അതൊരു 2ാം കിട പ്രയോജനമേ ചെയ്യും. അതുകൊണ്ട് വിശ്വാസികൾ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ഓൺലൈനിൽ കേട്ടാൽ സഭയാവില്ല. വിശ്വാസികൾ ഒരുമിച്ച് കൂടണം, ഒരുമിച്ചൊരു സ്ഥലത്ത് കൂടണം. അത് ഉപദേശ പഠനത്തിനും കൂട്ടായ്മ ആചരണത്തിനും
അപ്പം നുറുക്കലിനും പ്രാർത്ഥന കഴിക്കുന്നതിനും ഒക്കെ ഒരുമിച്ച് കൂടണം. സുവിശേഷ വേലയാണെങ്കിൽ അത് 2 പേരോ 3 പേരോ വീതമുള്ള ചെറിയ ഗ്രൂപ്പുകളായിട്ട് ചെയ്യാം. മറ്റു പറഞ്ഞതൊക്കെ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ചെയ്യാനൊക്കെ വലിയ ഗ്രൂപ്പായിട്ട് തന്നെ ചെയ്യണം. സഭ ഒരു സ്ഥലത്തെ വിശ്വാസികൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യണം. പെന്തക്കോസ്തുകാരുടെ പ്രത്യേകത ഏതാണ്? വിശ്വസിച്ചവർ ഏക സംഘമായിരുന്നു, ഏക കൂട്ടമായിരുന്നു, ഒരുമിച്ചിരുന്നു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ ധാരാളമുണ്ട്. എല്ലാം പൊതുവായിരുന്നു. അതെ, ഒരുമിച്ച് ചേരുന്നതാണ് സഭ. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശ്വാസികൾക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായതിനെ കുറിച്ച് നാം ഇവിടെ വായിക്കുന്നുണ്ട്. എന്താണ് ഇവിടെ വായിക്കുന്നത്? ബർന്നബാസ് പോയി തർശൂസിൽ നിന്ന് കൂട്ടിക്കൊണ്ട് അന്ത്യോക്യയിലേക്ക് വന്നു. അതിനുശേഷം അന്ത്യോക്യയിലുള്ളതായിരിക്കുന്ന വിശ്വാസികൾ സഭാകൂടിവരവ് തുടങ്ങി. ഒരു സംവത്സരം മുഴുവൻ അവർ സഭയായി കൂടി വന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു സംവത്സരത്തിൽ ഞാൻ വിചാരിക്കുന്നു ആഴ്ചയിലെ എല്ലാ ദിവസവും തന്നെ വൈകിട്ടോ എപ്പോഴാണോ അവർക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ മീറ്റിംഗ് ഉണ്ടായിരുന്നതിന്റെ ഫലമായിട്ടാണ് അന്ത്യോക്യയിലെ വിശ്വാസികൾക്ക് വലിയ വ്യത്യാസം വരികയും അവരെല്ലാവരും സ്വഭാവ രൂപീകരണം ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. അപ്പോസ്തല പ്രവൃത്തിയിൽ 11-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം 26-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ്. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. കണ്ടില്ലേ, ഒരുമിച്ച് കൂടിയതിന്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് അവർ ഒരുമിച്ച് കൂടി പഠിക്കാനും കൂട്ടായ്മ ആചരിക്കാനും. ഈ ഒരുമിച്ച് കൂടൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ന് ഏറ്റവും കുറയ്ക്കുക എന്നുള്ളതാണ്. ഒരുമിച്ച് കൂടുവാനുള്ള അവസരങ്ങളെ പരമാവധി കുറയ്ക്കുകയും ഓൺലൈൻ മീറ്റിങ്ങുകള് പരമാവധി കൂട്ടുകയും ചെയ്യുന്ന ഒരു ക്രമീകരണമാണ് സഭകൾക്കുള്ളത്. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാം? സഭകളുടെ എഫിഷ്യൻസി പരമാവധി അങ്ങ് കുറഞ്ഞു. കാര്യപ്രാപ്തി കുറഞ്ഞ സഭകളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സഭകൾ ചെയ്യുവാനുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ, ഉപദേശപഠനവും കൂട്ടായ്മയും പ്രാർത്ഥനയും, ഇതൊക്കെ സഭകൾക്ക് വളരെ കുറഞ്ഞു. നമ്മുടെ തന്നെ സഭകളുടെ ആരംഭത്തിൽ എന്തോ ഒരു മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. മിക്കവാറും എല്ലാ ദിവസവും വിശ്വാസികൾ വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കൂടുകയും വചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അവർക്ക് തീവ്രമായിരിക്കുന്ന വചനപഠനം ഉണ്ടായിരുന്നു. ഞായറാഴ്ചകളിൽ സഭായോഗത്തിൽ വന്നാൽ തിരിച്ചു പോകുമ്പോൾ, സഭ പിരിഞ്ഞു പോകുമ്പോൾ രാത്രി 8 മണി 9 മണിയാകുമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു. എത്ര നല്ല ക്രമീകരണങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സഭായോഗം പിരിയാനിരിക്കുകയാണ്, എല്ലാവരും സ്ഥലം വിടാൻ. പിന്നെ കഞ്ഞി പിടിക്കുക എന്നുള്ള ഒരു ക്രമീകരണം കൂടെ ഉള്ളത് കൊണ്ട് അതുകൂടെ കഴിഞ്ഞേ പോകും. ചില സ്ഥലങ്ങളിൽ മാത്രം ഉച്ച കഴിഞ്ഞ് എന്തെങ്കിലും ഒരു പരിപാടി കാണും, അത് നിൽക്കുന്നവരും കുറവായിരിക്കും. കൂടി വരുന്നതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടതോടുകൂടെ സഭയുടെ പ്രസക്തിയും തീരെ കുറഞ്ഞു എന്ന് ഞാൻ പറയുന്നു. തദ്ദേശീയ സഭയുടെ പ്രത്യേകത അത് കൂടി വരുന്നതാണെന്നുള്ളത്. അതുകൊണ്ട് കൂടി വരാത്തത് സഭ തന്നെ അല്ല. ഇബ്രാഹിം 10-ാം അധ്യായത്തില് നമുക്കുള്ള പ്രബോധനം അറിയാമല്ലോ. സഭായോഗങ്ങളെ അലക്ഷ്യമായി വിചാരിക്കരുത്. സഭായോഗം എന്ന ഞായറാഴ്ചത്തെ യോഗത്തെ കുറിച്ച് മാത്രമല്ല, ഒരാഴ്ചയിൽ അനേക യോഗങ്ങളുണ്ട്. ഉപദേശം പഠിക്കുവാനായിട്ട് അവർക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. കൂട്ടായ്മയ്ക്ക് വേണ്ടി അവർ ഒരുമിച്ച് കൂടുമായിരുന്നു. ആഴ്ചവട്ടത്തിലെ 1-ാം നാൾ അപ്പം നുറുക്കാനായിട്ട് അവർ കൂടി വരുമായിരുന്നു. പ്രാർത്ഥനാ യോഗങ്ങൾ അവർ സംഘടിപ്പിച്ചിരുന്നു. ഈ യോഗങ്ങളൊന്നും അലക്ഷ്യമായി വിചാരിക്കരുത് എന്നാണ് പൗലോസ് വിശ്വാസികളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഇടയിൽ വന്നിട്ടുള്ളതായിരിക്കുന്ന ഒരു വലിയ
പരാജയം എന്ന് പറയുന്നത് സഭായോഗങ്ങളെ നാം വേണ്ട എന്ന് വെച്ചു. സഭായോഗങ്ങളുടെ എണ്ണം ചുരുക്കി ചുരുക്കി ഞായറാഴ്ചത്തെ ഒരു യോഗമാക്കി മാറ്റി. അത് തന്നെ കർത്തൃ ദിവസമാണ്, കർത്താവിന്റെ ദിവസമാണെന്ന് പറഞ്ഞാലും ഒരു 10 മണി തുടങ്ങി അല്ലെങ്കിൽ 9 തുടങ്ങി ഒരു 12:30 1 മണി വരെയുള്ള 2.5 3 മണിക്കൂർ സമയം മാത്രം സഭായോഗത്തിന് വേണ്ടി മാറ്റിവെച്ച് ബാക്കിയെല്ലാം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരു വിധത്തിലും പ്രോത്സാഹിപ്പിക്കാവുന്ന ഒന്നല്ല. ആഴ്ചയിൽ ഒരു 3 കൂടിവരവെങ്കിലും ഒരു സാധാരണ സഭയ്ക്കുണ്ടായിരിക്കണം. ഉപദേശ പഠനത്തിന് ബുധനാഴ്ചകളിൽ കൂടി വരുന്ന പതിവായിരുന്നു. കൂട്ടായ്മയ്ക്ക് വേണ്ടി വെള്ളിയാഴ്ച കൂടി വരുന്നത് പതിവായിരുന്നു. അപ്പം നുറുക്കാനായിട്ട് ഞായറാഴ്ചകളിൽ കൂടി വരുന്നതും പതിവായിരുന്നു. ഇതിനു പുറമെ ഒരു വീട്ടു പ്രാർത്ഥന കാണും. വീടുകളിൽ സഹോദരന്മാർ ഒരുമിച്ച് കൂടി ആഴ്ചയിൽ ഒരിക്കൽ. പിന്നെ യുവാക്കന്മാര് ശനിയാഴ്ച വൈകിട്ട് ഒരുമിച്ച് കൂടും. സഹോദരിമാർ ആഴ്ചയിൽ ഒരു ദിവസം ഒരുമിച്ച് കൂടും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സൺഡേ സ്കൂളുണ്ട്. ഇങ്ങനെ എത്രയെത്ര കൂടിവരവുകളാണ് സഭകൾക്ക് ഉണ്ടായിരുന്നത്. അതൊക്കെ ഇപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. സഭകള് ആത്മീയമായി ശക്തമായിരിക്കുന്നതിന്റെ രഹസ്യം ഈ കൂടിവരവുകളാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയും. അപ്പൊ ഇത് നാം കുറയ്ക്കരുത്. ഈ ഓൺലൈനിലെ ക്ലാസ്സുകൾ നല്ലതാണ്. ഇപ്പൊ ഞങ്ങളെ പോലെയുള്ള ആളുകളെ ക്ലാസ് കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് എല്ലായിടത്തും വരാൻ എന്നെത്താൻ സാധിക്കുകയില്ല. ഓൺലൈനെ ഞങ്ങൾക്ക് സാധിക്കും ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ച് എന്നെ പോലുള്ളവര് പ്രായത്തിന്റെ പിടിയിലായതുകൊണ്ടും രോഗങ്ങൾ പലതുള്ളത് കൊണ്ടും ഓൺലൈൻ സൗകര്യമാണ്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഓൺലൈൻ വഴി നമുക്ക് ക്രിസ്ത്യ ജീവിതത്തിൽ വളരാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് ആത്മീയ വളർച്ചയ്ക്ക് സഹായകരമായിരിക്കുന്ന, ആഹാരം കിട്ടാനുള്ളതായിരിക്കുന്ന ഒരു മാർഗമായി അതിനെ നിങ്ങൾ എടുക്കാവൂ എന്ന് ഞാൻ നിങ്ങളോട് പറയാം. അപ്പൊ സഭായോഗങ്ങളെ അലക്ഷ്യമാക്കരുതെന്നുള്ള നിർദ്ദേശം ഗൗരവമായിട്ട് എടുക്കണം. എന്തിനായി ഇങ്ങനെ സഭായോഗങ്ങളിൽ കൂടി വരുന്നതെന്നും ഇബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങള് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിക്കുവാൻ ആവശ്യമായ പ്രബോധനങ്ങൾ പ്രാപിക്കുന്നത് സഭായോഗങ്ങളിൽ വെച്ചാണ്. സഭയിലെ വലിയൊരു പരാതി എല്ലാവർക്കും വിശ്വാസികൾക്ക് തമ്മിലുള്ള സ്നേഹമൊക്കെ വളരെ കുറഞ്ഞുപോയി എന്നാണ്. അതുപോലെ തന്നെയാണ് സൽപ്രവൃത്തികൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ അന്യമായി തീർന്നു. പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ വല്ല ഭിക്ഷക്കാർ കയറി വരുമായിരുന്നു. അവർക്ക് 1 രൂപ 2 രൂപയൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഭിക്ഷക്കാർ കയറി വരുന്നില്ല. ഭിക്ഷാടനം പലയിടത്തും നിരോധിച്ചിരിക്കുക. സൽപ്രവൃത്തികൾ ചെയ്യാൻ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. ഓൾഡ് പീപ്പിൾസ് ഹോമും അനാഥശാലകളും ഒക്കെ ഇന്നും നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. പക്ഷെ നമ്മുടെ സഭകൾക്കും സഹോദരന്മാർക്കും അതുമായി എന്ത് ബന്ധമാണ്? ഇന്നും സർക്കാർ ആശുപത്രികളിലൊക്കെ ഡോക്ടർമാർ കുറിക്കുന്ന മരുന്ന് പോലും വാങ്ങാൻ കഴിവില്ലാത്ത ആളുകളുണ്ട്. പക്ഷെ നാമും അതുമായി എന്ത് ബന്ധമാണ്? അപ്പൊ ആദ്യ നൂറ്റാണ്ടിലെ വിശ്വാസികൾ സഭായോഗം കൂടുന്നത് പ്രവൃത്തികൾ ചെയ്യാനുള്ളതായിരിക്കുന്ന പ്രോത്സാഹനം പ്രാപിക്കാൻ വേണ്ടിയായിരുന്നു. ഇന്ന് നമ്മൾ സഹായം കൂടുന്നതിന്റെ ഏക ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അപ്പം നുറുക്കി കർത്താവിനെ ഓർത്തിട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ ഒരു ചെറിയ പ്രസംഗം വല്ലതും കേട്ടെങ്കിലായി, കേട്ടില്ലെങ്കിലായി. ഇപ്പൊ സഭകൾ വളരണമെന്നും ആത്മീകമായ ഉന്മേഷം പ്രാപിക്കണമെന്നും നാം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സഭാ കൂടിവരവുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന്. എണ്ണം വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ സഭയിലെ എല്ലാ വിശ്വാസികളും കൂടിവരവുകൾക്ക് വരിക എന്നാണ് അർത്ഥം. അല്ല സഭയിലെല്ലാം മീറ്റിങ്ങുകളുണ്ട്, പക്ഷെ ആരും വരികയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകൾ വരണം. ഇന്ന് ആളുകൾക്ക് ഏത് കാലത്തേക്കാൾ കൂടുതലും വരാനുള്ളതായിരിക്കുന്ന സൗകര്യങ്ങൾ ഉണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം വാഹന സൗകര്യം ഇന്ന് ബസ്സിൽ ആരും വരികയും പോവുകയും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ബൈക്കെങ്കിലും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ഇന്നുള്ള അല്ലെ അയൽവക്കത്തുള്ള സഹോദരന്മാർക്കുണ്ട്.
പക്ഷേ നമ്മളെ അങ്ങനെയുള്ളതായിരിക്കുന്ന കൂടിവരവുകളിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കുന്നതായിരിക്കുന്ന ഒരുപാട് ശക്തികൾ ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. നമ്മുടെ ഈ സ്മാർട്ട് ഫോൺ തന്നെ അതിലൊന്നാണ്. എന്തെല്ലാം പരിപാടികളാണ് നമുക്ക് താല്പര്യമുള്ളതും. അതൊക്കെ വാച്ച് ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയാറില്ല. ചില പ്രോഗ്രാമൊക്കെ ഞാനും വാച്ച് ചെയ്യാറുണ്ട്, അത് പ്രയോജനവുമാണ്. പക്ഷേ സഭായോഗമോ സഭയുടെ ആക്ടിവിറ്റീസിനോ ബാധിക്കുന്ന വിധത്തിൽ, വ്യക്തിപരമായ വചനപഠനമോ പ്രാർത്ഥനയോ ബാധിക്കുന്ന വിധത്തിൽ, കുടുംബാരാധനയെ ബാധിക്കുന്ന വിധത്തിൽ അതൊന്നും വരാൻ പാടില്ല. ദൈവികമായിരിക്കുന്ന ആക്ടിവിറ്റീസിന് പകരമായിട്ട് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒരിക്കലും വരരുത്. അതുകൊണ്ട് സഭായോഗങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പുതിയ നിയമം വായിക്കുമ്പോൾ കൂടി വരിക എന്ന ആ ഒരു പ്രയോഗം തന്നെ സഭയെ സംബന്ധിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 18-20 വാക്യങ്ങൾ, 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങള്, ഇങ്ങനെയുള്ള ഒരുപാട് വാക്യങ്ങളുണ്ട്. ഞാൻ ചില വാക്യങ്ങളൊക്കെ വായിക്കട്ടെ, നമുക്ക് സമയമില്ല. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 18-ാമത്തെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്. അവിടെ ഇനി ആജ്ഞാപിപ്പാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല എന്ന് പറയാണ്. നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര. അവർക്ക് കൂടിവരവുണ്ടായിരുന്നു, അതുകൊണ്ട് നന്മയുണ്ടാകുന്നില്ല. അത് വേറൊരു വശം. 18-ാം വാക്യത്തിൽ പറയുന്നു, ഒന്നാമത് നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഭിന്നതയുണ്ട്, അത് വരാൻ പാടില്ല. 20-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ കൂടി വരുമ്പോൾ, 1 കൊരിന്ത്യർ 14-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, ആകയാൽ എന്ത് സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ, 5-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ ഒരു അച്ചടക്ക നടപടിയെ കുറിച്ച് പറയുമ്പോഴും ഈ പ്രയോഗം തന്നെയാണുള്ളത്. 5-ന്റെ 3-4 വാക്യങ്ങളില് ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ. എന്നിട്ട് പറയാ താഴെ, നിങ്ങൾ ഒന്നിച്ചു കൂടിയിട്ട്, കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട്. ഒന്നിച്ചു കൂടുക എന്ന് പറയുന്നത് സഭയുടെ ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലും സഭ ഒന്നിച്ചു കൂടുന്നതിനെ കുറിച്ച് പറയുന്നു. തെറ്റ് ചെയ്യുന്ന ഒരു സഹോദരനെ തിരുത്തുന്നത് സംബന്ധിച്ചാണ്. അപ്പോസ്തലപ്രവൃത്തി 2:42 എന്താ പറയുന്നത്? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. കൂടിവരവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ കൂടിവരവ് എന്ന് പറയുന്നത് അതിപ്രധാനമായിരിക്കുന്ന ഒരു കാര്യമാണ്. ശിഷ്യന്മാർ ഈ കൂടിവരവ് കർത്താവ് ഉയർത്തതായിരിക്കുന്ന ദിവസം തന്നെ ആരംഭിച്ചു. കാരണം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ വൈകിട്ട് അവർ ഒരുമിച്ച് കൂടി എന്നാ വായിക്കുന്നത്. അതേ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പിന്നെ 8 ദിവസം കഴിഞ്ഞപ്പോൾ ഞായറിട്ട് വീണ്ടും അവർ ഒരുമിച്ച് കൂടി. പത്രോസിനെ ജയിലിൽ നിന്ന് വിട്ടപ്പോ മർക്കോസിന്റെ വീട്ടിൽ വന്നു. അവിടെ സഹോദരിമാർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കണ്ടു. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെയാണ്. കർത്താവ് സ്വർഗത്തിലേക്ക് പോയ ശേഷം ശിഷ്യന്മാരും കർത്താവിന്റെ അമ്മയും സഹോദരിമാരും എല്ലാം കൂടെ ഒരുമിച്ച് മർക്കോസിന്റെ അപ്പർ റൂമിൽ അവർ ഒരുമിച്ച് കൂടി. അപ്പൊ അതുകൊണ്ട് ഈ ഒരുമിച്ച് കൂടുക എന്നുള്ളതായിരിക്കുന്ന ആശയം അതിപ്രധാനമായിരിക്കുന്ന ഒരു ആശയമാണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരു ആശയം ഞാൻ പറയാം. സഭ സജീവമാകണമെന്നുള്ളതാണല്ലോ നിങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടിയാണല്ലോ ഇങ്ങനെയുള്ള ക്ലാസ് നിങ്ങൾ ക്രമീകരിച്ചത്. അപ്പൊ അതിന് ആവശ്യമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരുമിച്ച് കൂടുക എന്നുള്ളതാണ്. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിന് 7-ാമത്തെ വാക്യത്തിൽ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ അവർ അപ്പം നുറുക്കുവാൻ കൂടി വന്നു എന്നാണ്. അപ്പം നുറുക്കുവാൻ കൂടി വന്നു.
1 കോരിന്ത്യർ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, പൗലോസ് ചോദിക്കുന്നുണ്ട്, കൂടിവരവിനെ കുറിച്ച് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യരുടെ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യും. പറയുകയാണ്, ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടായിരിക്കുന്ന ആഴ്ചവട്ടത്തിൽ ഒന്നാം നാൾ തോറും നിങ്ങൾ ഓരോരുത്തരും തനിക്ക് കഴിവുള്ളത് ചരതിച്ച് തന്റെ പക്കൽ വയ്ക്കണം. ആദ്യ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ അപ്പം തുറക്കാനായിട്ട് സഭ കൂടി വരുമെന്ന് അറിയാം. അപ്പൊ കൊണ്ടുവരണമെന്നാ പറഞ്ഞത്. ചരതിച്ച് വെച്ച് കൊണ്ടുവരണം. കർത്താവിന്റെ പേരയ്ക്ക് വേണ്ടി കൊടുക്കുന്ന പ്രധാന ദിവസം കൂടിയാണ് ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു അനുഗ്രഹീതമായിരിക്കുന്ന സഭ ഏതാണ് എന്ന് ചോദിച്ചാൽ കൂടെ കൂടി വരുന്ന സഭയാണ്. കൂടി വരുന്ന സഭ. ഒരാഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും ഒരുമിച്ച് കൂടാത്ത ഒരു സഭയൊന്നുമല്ല, അതൊരു ക്ലബ്ബാണ്. കാരണം ലയൺസ് ക്ലബ്ബുകാരും റോട്ടറി ക്ലബ്ബുകാരും ഒക്കെ ആഴ്ചയിൽ ഒരിക്കൽ കൂടുക. അവരും അങ്ങനെ കൂടുന്നത് കൊണ്ടൊന്നും ഒരു സഭയാവില്ല. ഒരു സഭയുടെ നിർവചനത്തിലൊന്നും അതിനെ പെടുത്താനായിട്ട് നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ വരണം. 1 കോരിന്ത്യർ 14-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ആകെയല്ലെന്ന് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും ഇതുണ്ട്. ബോഡി ലൈഫ് എന്ന് അതിന് പറയുന്ന ബോഡി ലൈഫ്, സഭയുടെ ബോഡി ലൈഫ്. സഭ ഒരു ശരീരമാണ്. ആ ശരീരത്തിന്റെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. കൂടി വരുമ്പോൾ ഓരോരുത്തരും ദൈവം കൊടുത്തിട്ടുള്ളതായിരിക്കുന്ന സാധ്യതകൾ, കൃപാവരങ്ങൾ, അത് പൊതുപ്രയോജനത്തിന് വേണ്ടി പ്രകാശിപ്പിക്കണം. അതാണ് നിങ്ങൾ കൂടി വരുമ്പോൾ ഒരുത്തിന് സങ്കീർത്തനമുണ്ട്, ഒരുത്തിന് ഉപദേശമുണ്ട്, ഒരുത്തിന് പ്രബോധനമുണ്ട്. ദൈവം കൊടുത്തിട്ടുള്ളതായിരിക്കുന്ന കൃപാവരങ്ങളെ അങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് വളരെ പ്രയോജനമുണ്ടാകും. പ്രബോധനങ്ങൾ ആണല്ലോ നമ്മുടെ വളർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത്. 1 കോരിന്ത്യർ 11-ാം അധ്യായത്തിൽ പൗലോസ് പറയുമ്പോൾ 11:20 നിങ്ങൾ ഒരു സ്ഥലത്ത് കൂടി വരുമ്പോൾ, മലയാളത്തിൽ ആ സ്ഥലത്ത് എന്നുള്ളതില്ല, ഇംഗ്ലീഷിലും മൂലഭാഷയിലും ഉണ്ട്. വെൻ യു കം ടുഗദർ ഇൻ വൺ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഓരോരോ ഭവനങ്ങൾ ഇങ്ങനെ കൂടി വരണമെന്നല്ല, ഒരുമിച്ച് കൂടണമെന്നാണ്. യെരുശലേമിലെ സഭയെ പോലെ 5000-10,000 ആളുകളൊക്കെ ഉള്ള സഭകൾ ചെറിയ ഗ്രൂപ്പുകളായിട്ട് 10-100 പേരുടെ 50-60 പേരുടെ ഗ്രൂപ്പുകളായിട്ട് അവർ കൂടി. പക്ഷേ ആകെപ്പാടെ 50-60-30-40 പേരുള്ളതായിരിക്കുന്ന ഒരു സഭ അങ്ങനെ വീടുകളിൽ കൂടേണ്ട യാതൊരു കാര്യമില്ല. അവർക്ക് ഒരുമിച്ച് കൂടാം. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ കൂടി വരുമ്പോൾ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ സഭയിലെ എല്ലാ വിശ്വാസികളും വരുമ്പോൾ മാത്രമേ സഭായോഗം ആരംഭിക്കാനായിട്ട് സാധിക്കൂ. വരുന്നവർക്ക് അങ്ങനെ സഭായോഗം ആരംഭിക്കാൻ ഒക്കില്ല. അപ്പൊ ചോദിക്കും, ഒരാളും സമയമായിട്ടും വന്നില്ലെങ്കിലോ? സമയമായിട്ട് വരണം, അതിനു മുമ്പ് വരണം എന്നുള്ളതാണ്. ഇനി സമയമായിട്ട് ഒരാൾ വരുന്നില്ലെങ്കിൽ എന്ന് അദ്ദേഹം വരില്ലെന്ന് വേണം വിചാരിക്കും. സഭായോഗത്തിന് താമസിച്ചു വരുന്നത് ഒരു പാപമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആത്മാർത്ഥമായിട്ട്. എൻ്റെ ജീവിതത്തിൽ വളരെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ചില സാഹചര്യങ്ങളിൽ 1-2 ആഴ്ചകളിൽ താമസിച്ച് പോയിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ട് കാണും. സഭായോഗത്തിൽ എങ്ങനെയാ താമസിക്കുന്നത്? പ്രത്യേകിച്ച് ആഴ്ചവട്ടത്തിന് 1-ാം ദിവസമാണെങ്കിൽ, ഇത് കർത്താവിന്റെ വകയാണെങ്കിൽ പിന്നെ രാവിലെ 5 മണിക്കോ 4 മണിക്കോ 3 മണിക്കോ എത്ര മണിക്കാ നിങ്ങൾ എഴുന്നേൽക്കുന്ന ആ സമയം മുതൽ കർത്താവിന്റെയാണ്. അന്നത്തെ യോഗത്തിന് വേണ്ടിയുള്ളതായിരിക്കുന്ന ഒരുക്കങ്ങളാണ്. അപ്പൊ ഞാനീ പറഞ്ഞു വരുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ സഭകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ സഭകൾ കൂടി വരുന്ന കൂട്ടങ്ങളാണ്. അതിനുള്ള ക്രമീകരണങ്ങളാണ് സഭകൾ ചെയ്യേണ്ടത്. വിശ്വാസികളെ അങ്ങനെ ഉത്സാഹിപ്പിക്കണം. സഹോദരന്മാരെ, നമുക്ക് ബുധനാഴ്ച ഉപദേശ പഠന ക്ലാസ് ഉണ്ട്, നമുക്ക് വെള്ളിയാഴ്ച കൂട്ടായ്മയുണ്ട്, നമുക്ക് ശനിയാഴ്ച ഉപവാസ പ്രാർത്ഥനയുണ്ട്, നമുക്ക് ഞായറാഴ്ച അപ്പം നുറുക്കലുണ്ട്. ഇങ്ങനെ സഭയുടെ കോമൺ കൂടിവരവുകളുണ്ട്. സുവിശേഷ പ്രവർത്തനം സഭയ്ക്കകത്തല്ലല്ലോ, പുറത്തുള്ളത്. അപ്പൊ സഭയ്ക്കകത്ത് ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങൾക്ക് ആളുകളെ ഉത്സാഹിപ്പിക്കണം, വരണം. വരാത്തത് സഭായോഗത്തെ അലക്ഷ്യമായി കണക്കാക്കുന്നതിന് തുല്യമാകണം. ചില സ്ഥലങ്ങളിൽ ഞായറാഴ്ച വരാത്തൊരു സാക്ഷ്യം പറയും, അതുപോരാ.
സഭയുടെ യോഗമാണ് പ്രാർത്ഥനാ യോഗവും ഉപദേശ പഠനവും എല്ലാം. അപ്പോ അതിന് സാക്ഷ്യം പറയണം. ഈ ആഴ്ചത്തെ സഭയുടെ യോഗങ്ങളിൽ പലതും എനിക്ക് വരാൻ സാധിച്ചില്ല. ബുധനാഴ്ച യോഗത്തെ ഉപദേശ ക്ലാസ്സിന് വരാനൊത്തില്ല, എന്നോട് ക്ഷമിക്കണം. വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനാ യോഗത്തിന് കടന്നു വരുവാനായിട്ട് സാധിച്ചില്ല. കൂട്ടായ്മ യോഗത്തിന് കടന്നു വരുവാൻ സാധിച്ചില്ല. ഭവന പ്രാർത്ഥനയ്ക്ക് കടന്നു വരുവാൻ സാധിച്ചില്ല. സഭായോഗങ്ങളെ അലക്ഷ്യമായി വിചാരിക്കുന്നതായിരിക്കുന്ന ഒരു ഗൗരവമായിരിക്കുന്ന തെറ്റ് നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് ഞാൻ പറയണം. അത് നമുക്ക് പരിഹരിക്കണം. അത് പരിഹരിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. സഭായോഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് പോയില്ലേലും സാരമില്ല, ചില ആളുകൾ വേറെ ഒരു പരിപാടി ഇല്ലേ പൊക്കളയാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് എന്താ? പൗലോസ് 2 തെസ്സലോനിയർ 2:1 പറഞ്ഞത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും കൂടിവരവ്. അതാണ് നമ്മുടെ ഗ്രാൻഡ് കൂടിവരവ്. അത് ആഴ്ചതോറുമുള്ള നമ്മളുടെ ബഹുവിധ കൂടിവരവുകളുടെ സമാപനമാണ് കർത്താവിന്റെ വരവെങ്കിൽ ഒരുമിച്ച് കൂടുക എന്നുള്ളത്. ഈ കൂടിവരവുകൾക്ക് വരാത്തവർ ആ കൂടിവരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് വിചാരിക്കാൻ യാതൊരു ന്യായവുമില്ല. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് കർത്താവിന്റെ അടുക്കലേക്കുള്ള നമ്മുടെ കൂടിവരവല്ല, നമ്മുടെ അടുക്കലേക്കുള്ള കർത്താവിന്റെ കൂടിവരവാണ്. എന്ന് പറഞ്ഞാൽ 2-3 പേർ കർത്താവിന്റെ നാമത്തിൽ സഭയായിട്ട് കൂടി വരുമ്പോൾ അവരുടെ മധ്യത്തിൽ കർത്താവ് വരുന്നു. അങ്ങനെ കർത്താവും കൂടെ ഒരുമിച്ച് ഇവിടെ കൂടി 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 വന്നിട്ട് കർത്താവ് ഒരു ദിവസം എന്ത് പറയും? ഇനി എൻ്റെ അടുക്കൽ കൂടാമെന്ന് പറയും. പഴയ നിയമത്തിൽ അതിമനോഹരമായിരിക്കുന്ന സംഭവങ്ങളിൽ ഒന്നാണ് ഹാനോക്കിന്റെ കഥ. നമുക്കറിയാം. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന. ഹാനോക്ക് നടക്കാനായിട്ട് പോകും, 4 മണി സമയത്തോ ഈ സമയത്തോ നടക്കാനായിട്ട് പോകും. 3-4-5 കിലോമീറ്റർ നടക്കുമെന്ന് എനിക്കൊന്ന് തോന്നുക. ആ സമയത്ത് കർത്താവ് ഇറങ്ങി വരും. അതെങ്ങനെയാ കർത്താവ് ഇറങ്ങി വന്നത്? കാണത്തക്ക നിലയിലാണോ അല്ലയോ അതൊന്നും എനിക്കറിയില്ല. ആണെന്ന് വേണം വിചാരിക്കാൻ. അവരങ്ങനെ നടന്ന് പല കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഇങ്ങനെ നടക്കും. കർത്താവ് പലപ്പോഴും മനുഷ്യവേഷത്തിൽ അനേകർക്ക് പ്രത്യക്ഷനായിട്ടുണ്ടല്ലോ. അങ്ങനെ അവർ വന്നു. അത് കഴിഞ്ഞ് കുറെ ദൂരം പോയി കഴിഞ്ഞതിന് ശേഷം കർത്താവ് പറയും, ഞാൻ ഈ സ്വർഗത്തിലേക്ക് പോവുകയാണ്. ഹാനോക്ക് പറയും, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു ദിവസം അങ്ങനെ നടന്നു പോയിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ എന്നും വന്ന് നിന്റെ കൂടെ നടക്കുക. എനിക്കൊരാഗ്രഹമുണ്ട്, നീ എൻ്റെ കൂടെ വരണം. ഞാൻ നിന്റെ കൂടെയാണല്ലോ ഇത്രയും കാലം വന്നത്, ഇനിയും നീ എൻ്റെ കൂടെ വരണം. ആകട്ട് കർത്താവ് എന്ന് പറഞ്ഞു. അന്ന് അവര് നടന്നങ്ങ് മുകളിലേക്കും കർത്താവിനെ എടുത്തുകൊണ്ടതിനാൽ അവന് കാണാതെയായിരുന്ന. അതാ കർത്താവ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കർത്താവിന്റെ നാമത്തിൽ കർത്താവ് കൊടുത്ത് ഒരുമിച്ച് ഇവിടെ കൂടുക. കർത്താവ് എന്നിട്ട് ഒരു ദിവസം പറയും, കുറേ വർഷങ്ങളായി, 2000 വർഷത്തോളമായി ഞാൻ അവരുടെ അടുക്ക് പോയി കൂടുകയാണ്, ഇനി അവർ എൻ്റെ അടുക്ക് വന്ന് കൂടും. അപ്പൊ അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമം അങ്ങനെയൊന്ന് വരാനായിട്ട് പോവുകയാണ്. ഇവിടെ കർത്താവിനോട് കൂടെ കൂടുന്നവർക്കല്ലാതെ അവിടെ നാം കർത്താവുമായിട്ട് ഒരുമിച്ച് കൂടുന്നതിന്റെ സന്തോഷം വല്ലതും അനുഭവിക്കാനായിട്ടു. അപ്പൻ നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോഴൊക്കെ നമ്മൾ ഓടി അപ്പനിൽ നിന്നും വിളിക്കുകയാണെങ്കിൽ ഇനി ഒരു ദിവസം അപ്പൻ താമസിക്കുന്നിടത്തേക്ക് അങ്ങ് പോകാമെന്ന് വെച്ചാൽ നമുക്ക് വല്ല സന്തോഷം ഉണ്ടാവും? ഒരു സന്തോഷം ഉണ്ടാവില്ല. അതുകൊണ്ട് കർത്താവിന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനം ഏറ്റവും അധികം സന്തോഷകരമായിരിക്കണമെങ്കിൽ ഇന്ന് നമ്മുടെ അടുക്കലേക്ക് കർത്താവ് വരുന്ന ആ സമാഗമനം ഉണ്ടല്ലോ, അത് നാം വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടത് ആവശ്യം. നമ്മുടെ വീട്ടിലേക്ക് കർത്താവ് വരുമ്പോൾ അവനെ മാനിക്കുന്നില്ലെങ്കിൽ പിന്നെ അവന്റെ വീട്ടിലേക്ക് നാം ചെല്ലുമ്പോൾ നമുക്ക് എന്ത് മാനമാണ് കിട്ടുന്നത്? ഇതൊക്കെ ജീവിതത്തിന്റെ വലിയ വലിയ സത്യങ്ങളാണ്. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ സഭയായി കൂടി വരുമ്പോൾ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞത്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാനുണ്ടായി.
സഭാ കൂടിയവരവനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന് 24-25 ഞാൻ പറഞ്ഞു, സഭായോഗങ്ങളെ അലക്ഷ്യമായി വിചാരിക്കരുത്, അങ്ങനെ നാം ഒരിക്കലും ചെയ്യരുത്. അപ്പം നുറുക്കയിൽ വളരെ താല്പര്യം കാണിക്കുന്നതായിരിക്കുന്ന വിശ്വാസികളുണ്ട്. എന്താണ് ഇത് കാരണമെന്ന് എനിക്കറിയില്ല. ചിലർ തെറ്റിദ്ധാരണയിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിംഗ് എന്ന് പറയുന്നത് അപ്പം നുറുക്കൽ മീറ്റിംഗ് ആണെന്നുള്ള ധാരണയിലാണ്. അപ്പം നുറുക്കൽ മീറ്റിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണെങ്കിൽ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണെന്ന് എനിക്കറിയില്ല. കാരണം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ സഭയുടെ 4 ചെയ്തികളെ കുറിച്ച് പറയുമ്പോൾ അത് മൂന്നാമത്തേതാണ്. ഒന്നാമത് ഉപദേശ പഠനത്തിനും, രണ്ടാമത് കൂട്ടായ്മയ്ക്കും, മൂന്നാമത് അപ്പം നുറുക്കലിനും, നാലാമത് പ്രാർത്ഥനയ്ക്കും. 4 ഒരുപോലെ പ്രാധാന്യമുള്ളതാണെങ്കിലും അതിൽ 1 എന്ന് പറയുന്ന ഉപദേശ പഠനത്തിനും, 2 എന്ന് പറയുന്നത് കൂട്ടായ്മയ്ക്കും. അപ്പൊ ചിലർക്കൊരു ധാരണയുണ്ട്, അപ്പം നുറുക്കൽ കഴിഞ്ഞാൽ ക്രിസ്ത്യ ജീവിതം എല്ലാം ശരിയായി. അപ്പം നുറുക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ എല്ലാ ആഴ്ചയും വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന അപ്പം നുറുക്കാനാണ്. അതെന്റെ കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി, എന്റെ പാപപരിഹാരത്തിന് വേണ്ടി കഴിച്ചതായിരിക്കുന്ന ബലിമരണത്തെ ഓർക്കുവാൻ എനിക്ക് ഒരു അവസരം കിട്ടുന്നു. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിത്യനരകത്തിന് അവകാശിയായേനെ. അതുകൊണ്ട് എന്നെ രക്ഷിക്കാനായിട്ട് എന്റെ കർത്താവ് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് കഷ്ടതയേറ്റ് മരിച്ചു. അത് ഞാൻ ഓർക്കുക എന്നുള്ളത് അതിപ്രധാനമായിരിക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ അതിന് തുല്യമായ പ്രാധാന്യമുള്ള ഒന്നാണ് കർത്താവ് തിരുവത്താഴത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം, the cup of blessings that we bless. തിരുവത്താഴം എന്ന് പറയുന്നത് അനുഗ്രഹത്തിനുള്ള മുഖാന്തരമാണ്. തെറ്റായി തിരുവത്താഴത്തിൽ പങ്കെടുത്ത രോഗമോ ബലഹീനതയോ മരണമോ ഉണ്ടാകാം. എങ്കിൽ ശരിയായി പങ്കെടുത്താൽ ആരോഗ്യവും രോഗശാന്തിയും ഒക്കെ ഉണ്ടാകാം. 14-ാമത്തെ വയസ്സിൽ ഞാൻ സ്നാനപ്പെട്ട്, രക്ഷിക്കപ്പെട്ട 14-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട് കർത്താവിന്റെ സഭയുടെ ഒരു ഭാഗമായതാണ്. അന്ന് മുതൽ ഈ 83 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ വളരെ എന്റെ വിരലുണ്ടാകുന്ന സഭായോഗങ്ങളെ എനിക്ക് നഷ്ടമായിട്ടുള്ളൂ. ആകെ കൂടെ ഇത്രയും ജീവിതകാലം രോഗങ്ങൾ പലതും ഉണ്ടായെങ്കിലും ഈ രോഗങ്ങൾക്കൊക്കെ എനിക്ക് വലിയ സൗഖ്യം കിട്ടി. അതിനുള്ള കാരണങ്ങളിൽ ഒന്ന് തിരുവത്താഴത്തിൽ യഥാവിധി പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അനുഗ്രഹത്തിന്റെ പാനപാത്രം കുടിക്കുമ്പോൾ അത് ആരോഗ്യത്തിനും ബലത്തിനും രോഗശാന്തിക്കും എല്ലാം ഉതകുന്നു. തെറ്റായിട്ട് കുടിക്കുകയും കഴിക്കുകയും ചെയ്താൽ രോഗവും ബലഹീനതയും മരണവും ഉണ്ടാകാമെങ്കിൽ ശരിക്കും കുടിക്കുമ്പോൾ അതിന് എതിർവശം ഉണ്ടാകും. അപ്പൊ തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നവർക്ക് രോഗം ഉണ്ടാവില്ലെന്നല്ല ഞാൻ പറഞ്ഞു. അങ്ങനെ ധരിക്കരുത്. രോഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്, സിൻഫുൾ ബോഡിയുടെ ഒരു ഭാഗമാണ്. പാപകരമായിരിക്കുന്ന ഈ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് സാധാരണമാണ്. എന്നാൽ അനുഗ്രഹത്തിന്റെ പാനപാത്രത്തിൽ പങ്കെടുക്കുന്നവർക്ക് കർത്താവിന്റെ സഭായോഗത്തിലെ വിശ്വസ്തമായ പങ്കാളിത്തം രോഗശാന്തിക്ക് ഉതകുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് സഭായോഗങ്ങൾ അതീവ പ്രാധാന്യമുള്ളതാണെന്നാണ് ഞാൻ പറയുന്നത്. വളരെ ഭക്തിയോടും ഭയത്തോടും കൂടെ ഉപേക്ഷയായി വിചാരിക്കാതെ. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പാപത്തിന്റെ കാഠിന്യത്തിൽപ്പെട്ട് നാം ആരും പിന്മാറ്റത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാപത്തിന്റെ കാഠിന്യം നമ്മളെ പിടികൂടി പിന്മാറ്റ അവസ്ഥയിലേക്ക് വിശ്വാസികൾ പോകും. ഒരുപാട് വിശ്വാസികൾ അങ്ങനെ പിന്മാറ്റ അവസ്ഥയിൽ പോകുന്നുണ്ടെന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ പോകാതിരിക്കേണ്ടതിന് എന്താണ് പറയുന്നത്? ഇബ്രായലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ 12-13 വാക്യങ്ങൾ, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചോളൂ. നാൾതോറും അന്യോന്യം പ്രബോധിപ്പിക്കണം. പാപത്തിന് രക്ഷപ്പെടാനുള്ളതായിരിക്കുന്ന മാർഗം എന്ന് പറയുന്നത് വിശ്വാസികളുടെ അന്യോന്യമുള്ള പ്രബോധനമാണ്. പ്രബോധനം എവിടെ വെച്ചാൽ തരുന്നത്? ഇബ്രായലേഖനം 13-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്നേഹത്തിനും സൽപ്രവൃത്തിക്കുമുള്ള ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുകയും. പ്രബോധനം സഭയിലാണ് നടക്കുന്നത്. ആ പ്രബോധനമാണ് നമ്മളെ ക്രിസ്തീയ ജീവിതത്തിൽ ഉത്സാഹമുള്ളവരായിട്ട് സൂക്ഷിക്കുന്നത്.
ഇപ്പോഴത്തെ വിശ്വാസികളെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഒരുപാട് മാനിക്കുന്നവരായതുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. അവർ പറയുന്നത് എന്നെ ആരും പ്രബോധിപ്പിക്കുകയും വേണ്ട, ഉപദേശിക്കുകയും വേണ്ട. ഞാൻ ആരെയും പ്രബോധിപ്പിക്കാനും വരുന്നില്ല, ഉപദേശിക്കാനും വരുന്നില്ല. അത് പറയുന്നത് കേട്ടതൊന്നും സൂപ്പർ സ്പിരിച്വലാണ്. സൂപ്പർ സ്പിരിച്വൽ അല്ല, സൂപ്പർ അൺസ്പിരിച്വൽ ആണ്, കാരണലാണ്. കാരണം ബൈബിൾ പറയുന്നു അന്യോന്യം പ്രബോധിപ്പിക്കാൻ. നമ്മളെന്ത് പറയുന്നു? എന്നെ ആരും പ്രബോധിപ്പിക്കാൻ വരണ്ട. അപ്പൊ പിന്നെ നാം എങ്ങനെയാണ് ആത്മീയരാകുന്നത്? പാപത്തിന്റെ ഗതിയിൽ പെടാതിരിക്കുന്നത് എങ്ങനെയാണ്? ഹൃദയം കഠിനമാകാതിരിക്കുന്നത് എങ്ങനെയാണ്? ദേഹത്ത് പറ്റുന്നതായിരിക്കുന്ന അഴുക്ക് അതാത് സമയങ്ങളിൽ കഴുകിക്കളയാതിരുന്നാൽ എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ അഴുക്ക് കട്ടിയായി നമ്മുടെ ശരീരത്തിൽ ഒന്നിനു പുറകെ ഒന്നിനു മുകളിൽ ഒന്ന് മേളിൽ ഒന്ന് മേളായിട്ട് ഇങ്ങനെ അഴുക്കിന്റെ ഒരു വലിയ കട്ടിയായ ലെയർ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. പ്രബോധനമാണ് ഈ കഴുകലെന്ന് പറയുന്നത്. സഹവിശ്വാസികൾ നമ്മെ കഴുകാനായിട്ട് സഹായിക്കുകയാണ്. സോപ്പും വെള്ളവും ഉപയോഗിച്ച് അവരെ വെള്ളമൊഴിച്ച് സോപ്പിട്ട് കഴുകിത്തരികയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സഭായോഗത്തെ അലക്ഷ്യമായി വിചാരിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളില് സഭയുടെ വളർച്ചയെ കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്തു എന്ന തലയോളം സഭ എങ്ങനെയാണ് വളരുന്നത് എന്ന് പറയുന്നുണ്ട്. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയായാലും സ്നേഹത്തിന്റെ വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. അങ്ങനെയാണ് ഓരോ അംഗത്തിനും അതത് വ്യാപാരം. ആ വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാതെ നമുക്ക് പൂർണ്ണ വളർച്ചയിലേക്ക് വരുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് സഭായോഗം എന്ന് പറയുന്നത് ഈ അതാത് അംഗത്തിന്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ള വിശ്വാസികളുടെ വളർച്ചയ്ക്ക് ഉദവിയായി ഭവിക്കേണ്ടതിന് വേണ്ടി ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ്. അത് അതിപ്രധാനമായിരിക്കുന്ന മീറ്റിങ്ങുകൾ തന്നെയാണ്. കൂടി വരിക എന്ന് പറയുന്നത് അതിപ്രധാനമാണ്. പുസ്തകപ്രവൃത്തി 20:7 കൂടി വന്നപ്പം നുറുക്കുവാൻ കൂടി വന്നു. 14:27 അപ്പോസ്തലന്മാർ സഭയെ ഒരുമിച്ച് കൂട്ടി. 15:22 സർവ്വസഭയും നിശ്ചയിച്ചു എന്നാണ്. യെരൂശലേമിലെ സഭയും മൂപ്പന്മാരും അപ്പോസ്തലന്മാരും ഒരുമിച്ച് കൂടി നിശ്ചയിച്ചു. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 18 വാക്യങ്ങളിൽ കൂടി വരുമ്പോൾ, അപ്പം നുറുക്കാൻ കൂടി വരുമ്പോൾ, 14:20 നിങ്ങൾ കൂടി വരുമ്പോൾ, 15:5-3-4 ഒന്നിച്ചു കൂടിയിട്ട്, 14:23 ഒരുമിച്ച് കൂടിയിട്ട്, 11:24 ഒരുമിച്ച് കൂടുന്നത്. ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മീറ്റിംഗ് ടുഗദർ. അത് യൂത്ത് മീറ്റിംഗ് ഉണ്ട്, സിസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ട്, മെൻസ് മീറ്റിംഗ് ഉണ്ട്, എൽഡേഴ്സ് മീറ്റിംഗ് ഉണ്ട്, ഡീക്കൻസ് മീറ്റിംഗ് ഉണ്ട്, സൺഡേ സ്കൂൾ മീറ്റിംഗ് ഉണ്ട്, ഹോം ഫെലോഷിപ്പ് ഉണ്ട്, യങ് കപ്പിൾസ് മീറ്റിംഗ് ഉണ്ട്, പ്രീ മാരിറ്റൽ മീറ്റിംഗ് ഉണ്ട്, കൗൺസിലിംഗ് മീറ്റിംഗ് ഉണ്ട്. എന്തോരം മീറ്റിങ്ങുകളാണ് ഒരു സഭയ്ക്ക് ഉള്ളത്. ഇതൊന്നും നമുക്കില്ലെങ്കിൽ പിന്നെ നമ്മുടെ സഭ വളരണമെന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ എങ്ങനെയാ വളരുന്നത്? എൻ്റെ പ്രിയമുള്ളവര്, നിങ്ങൾ എന്നോട് പറയും. കഷ്ടിച്ച് ഞായറാഴ്ച 2-3 മണിക്കൂറത്തേക്ക് ഇട വന്നിരുന്ന് പോകും. അതിൽ പകുതി സമയം ഉറങ്ങുന്നവരാണ് പകുതി ആളുകൾ. ഉറങ്ങാത്ത ആളുകൾ തന്നെ എന്താണ് ചെയ്യുന്നതെന്ന് സത്യസന്ധമായിട്ട് അവർ നേരിട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അല്ലേ? നമുക്ക് മനസ്സിലാവില്ല. പണ്ട് എല്ലാ സഭായോഗങ്ങളും ഉറങ്ങുന്ന ഒരു മനുഷ്യന് ഒരു ദിവസം ഒട്ടും ഉറങ്ങിയില്ല. അപ്പോൾ അന്ന് വചനം പ്രസംഗിച്ച ദൈവദാസന് മീറ്റിംഗ് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ചെന്ന് പറഞ്ഞു, സഹോദര, നിങ്ങൾ എന്നും ഉറങ്ങുന്നതാണ്, ഇന്ന് നിങ്ങൾ മുഴുവൻ സമയം ഉണർന്നിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വചനം നിങ്ങൾ നന്നായിട്ട് കേട്ട് കാണുമല്ലേ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ വചനം ഒന്നും കേട്ടില്ല. ഞാൻ ഇവിടെ നിന്നിങ്ങനെ കണക്ക് കൂട്ടുകയായിരുന്നു. നാം ഈ കൂടി വരുന്നത് പോലെയുള്ള ഒരു കെട്ടിടം പണിയണമെങ്കിൽ എത്ര തടി വേണം, എത്ര കുബിക്കടി തടി വേണം, എത്ര കല്ല് വേണം, എത്ര ഓട് വേണം. അദ്ദേഹം സത്യം പറഞ്ഞതാ. എന്നും ഉറങ്ങുന്ന ആൾ ഒരു ദിവസം ഉറങ്ങാതിരുന്നപ്പോൾ തന്റെ മനസ്സിൽ കൂടെ പോയത് എന്താണ്? ഇങ്ങനെ ഒരു കെട്ടിടം പണിയാൻ എത്ര കാശ് വേണമെന്നുള്ളത്. പലപ്പോഴും അത് യാഥാർത്ഥ്യമാണ്.
കെട്ടിടപ്പണിയല്ലായിരിക്കും, നമുക്ക് നമ്മുടെ വീട് പണിയെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ സമയ സഭായോഗത്തിന് വന്നിരുന്ന കളഞ്ഞാൽ നമുക്ക് ആത്മീയ വർധന വരാനും വരുത്തുവാനും കഴിയുകയില്ല. അതുകൊണ്ട് സഭയെന്ന് പറയുന്നതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. സഭ എത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു ദൃഷ്ടാന്തം കൂടെ പറയാം. അപ്പോസ്തലപ്രവൃത്തി 18-ാമത്തെ അധ്യായത്തിലെ പാപം ചെയ്യുന്ന വിശ്വാസിയെ കുറിച്ച് പറഞ്ഞു, നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീയും അവനും തന്നെ ഉള്ളപ്പോൾ ചെന്ന് നിരം പ്രാപിക്കണം. അങ്ങനെയാണ് നീ അവനെ നേടി. അല്ലെങ്കിൽ 2 സഹോദരന്മാരെ സാക്ഷികളെ കൂട്ടിക്കൊണ്ടു പോയി അവനെ വീട്ടിൽ നേടാൻ ശ്രമിക്കണം. അതുകൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ നീ വന്ന് പൊതുസഭയിൽ അത് പറയണം. സഭ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് ചുങ്കക്കാരനും പാപിയും പോലെ ആയിരിക്കട്ടെ. ഇത് പറഞ്ഞിട്ട് കർത്താവ് ഈ 18-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടു, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിച്ചു. ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ സഹോദരന്റെ നേരെ സഭ എടുക്കുന്നതായിരിക്കുന്ന നടപടിയാണ് ഈ കെട്ടുക എന്ന് പറഞ്ഞത്. അവൻ അനുദപിക്കുമ്പോൾ അവനെ തിരിച്ചെടുക്കുന്നതാണ് ഈ അഴിക്കുക എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഒരു നടപടി എടുത്താൽ സ്വർഗത്തിലും ആ നടപടി അംഗീകരിച്ചിരിക്കുക. ഇവിടെ കെട്ടുന്ന സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുമെന്ന്. അപ്പൊ സഭയ്ക്ക് എന്തോരു പ്രാധാന്യമുണ്ട്, ദൈവം എന്തോരു പ്രാധാന്യമാണ് നൽകുന്നത്. നമ്മുടെ സുപ്രീം കോടതിയിലെ ഫുൾ ബെഞ്ച് ഒരു വിധി പറഞ്ഞാൽ പിന്നെ അതിനെതിരെ അപ്പീലെങ്ങും പോകാൻ ഒന്നുമില്ല. സിംഗിൾ ബെഞ്ചിന്റെ ആണെങ്കിൽ നമുക്ക് ഭയപ്പെട്ടു പോവാം. പക്ഷേ ഫുൾ ബെഞ്ചിന്റെ വിധി വന്നിട്ട് എവിടേക്ക് പോകാനാണ്? കർത്താവിന്റെ സുപ്രീം കോടതി എന്ന് പറയുന്നത് സഭയാണ്. സഭ എടുക്കുന്ന തീരുമാനം സുപ്രീം കോടതിയുടെ ഫുൾ ബെഞ്ചിന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തെ സ്വർഗം മാനിക്കുമെന്നാ പറഞ്ഞു. അപ്പൊ സഭയുടെ പ്രാധാന്യം കാണിക്കുന്നതാണ്. സഭ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ദൃഷ്ടിയിലും നാം നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതിക്ക് കൊടുക്കുന്ന പ്രാധാന്യം അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം സഭയ്ക്ക് കൊടുക്കും. കാരണം ഇത് ദൈവത്തിന്റെ സുപ്രീം കോടതിയാണ്, മറ്റേ മനുഷ്യന്റെ സുപ്രീം കോടതി. പ്രിയമുള്ളവരെ, നമ്മളിന്ന് പറഞ്ഞത് എന്താ? സഭ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ആവശ്യമായ ഒന്നാമത്തെ അതിപ്രധാന നടപടിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതെന്താണ്? ഒരുമിച്ച് കൂടി വരിക എന്ന്. സഭാ കൂടിവരവുകളാണ് നാം അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത്. സഭാ കൂടിവരവിന്റെ പ്രാധാന്യം അറിഞ്ഞിട്ടില്ലാത്ത വിശ്വാസികൾക്ക് ഒരിക്കലും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് കഴിയുകയില്ല. സഭാ കൂടിവരവുകളെ അവഗണിക്കുന്ന വിശ്വാസികൾക്ക് ഒരിക്കലും ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയില്ല. സഭാ കൂടിവരവുകളെ അലക്ഷ്യമാക്കരുതെന്ന് കൽപ്പിച്ച കർത്താവിനോട് നിഷേധാത്മക ഭാവം കാണിക്കുന്നവർക്ക് എങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാനാണ്? കർത്താവ് നമ്മോടൊത്തുള്ള ഇവിടുത്തെ സമാഗമം ആസ്വദിക്കാത്തവർക്ക് കർത്താവിനോടൊത്ത് അവിടെയുള്ള സമാഗമം എങ്ങനെയാണ് നാം ആസ്വദിക്കുന്നത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പങ്കുവച്ചതായിരിക്കുന്ന വാക്കുകൾ ഒന്നും പുതിയ കാര്യങ്ങളല്ല, പഴയ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. എങ്ങനെയാ കേട്ടിട്ടില്ലാത്ത പറയുന്നത്? 10, 30, 40, 50 വർഷങ്ങളായിട്ട് സഭയിൽ കൂടി വരുന്നവരും പ്രസംഗം കേൾക്കുന്നവരും ക്ലാസ് കേൾക്കുന്നവരുമായി നിങ്ങളോട് ഞാൻ പുതിയത് പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ പറയുന്നത്? പക്ഷേ പറയുന്ന കാര്യം ഒരു പുതുമയിൽ കേൾക്കണമെന്ന് ഞാൻ പറയും. ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് എന്നുള്ള ഭാവം എന്താ? കർത്താവിന് ഞങ്ങളോട് സംസാരിച്ചു. എൻ്റെ ജീവിതത്തിലെ തെറ്റുകളെ കർത്താവ് കാണിച്ചു. ഞാൻ സ്വഭാവങ്ങളെ ലക്ഷ്യമായി വിചാരിക്കുന്നവനാണ്. കഷ്ടിച്ച് ഞായറാഴ്ചത്തെ യോഗത്തിന് മാത്രമേ വരുന്നുള്ളൂ. സഭയുടെ എല്ലാ കൂടിയവരുകളും വിശ്വസ്തമായി ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ മൂപ്പന്മാരാണെങ്കിൽ നിങ്ങൾ പറയണം, സഭയ്ക്ക് എത്ര മീറ്റിങ്ങുകൾ നിങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്, എത്ര മീറ്റിങ്ങുകൾ നിങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്? ഉപദേശ ക്ലാസ്സിന് മീറ്റിംഗ് ഉണ്ടോ? പ്രാർത്ഥനയ്ക്ക് മീറ്റിംഗ് ഉണ്ടോ? കൂട്ടായ്മയ്ക്ക് മീറ്റിംഗ് ഉണ്ടോ? ഒപ്പം നിർക്കാനുള്ള മീറ്റിംഗ് ഉണ്ടോ? അത് കാണും. പിന്നെ സഹോദരിമാരുടെ മീറ്റിംഗ് ഉണ്ടോ? യൂത്തിന്റെ മീറ്റിംഗ് ഉണ്ടോ? യങ് കപ്പിൾസിന്റെ മീറ്റിംഗ് ഉണ്ടോ? പ്രായമുള്ളവർക്ക് മീറ്റിംഗ് ഉണ്ടോ? എത്ര മീറ്റിങ്ങുകളുണ്ട്? ഞായറാഴ്ച വന്ന് 2 പാട്ടും പാടി ഒരു സങ്കീർത്തനം വായിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരെങ്കിലും ഒരു കഷ്ടാനുഭവ ചിന്തയും പറഞ്ഞ് അപ്പം നുറുക്കി അത് കഴിഞ്ഞിട്ട് സ്തോത്രാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും ഒരു വചനവും പറഞ്ഞു തീർന്നു. ഒരാഴ്ചത്തെ ക്രിസ്ത്യ ജീവിതം എങ്ങനെ അനുഗ്രഹിക്കപ്പെടാനായിട്ട് സാധിക്കും? അതുകൊണ്ട് നമുക്ക് സത്യസന്ധമായി ദൈവസന്നിധിയിൽ നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഒരു പുതിയ തീരുമാനത്തിലേക്ക് വരാം. ഒരു യോഗമല്ല, സഭയ്ക്ക് പല യോഗങ്ങളുണ്ട്.
സഭയിലെ എല്ലാ വിശ്വാസികളും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട എല്ലാ സഭാംഗങ്ങളും കൂടി വരേണ്ട എല്ലാ മീറ്റിങ്ങുകളും സഭായോഗം. ഇപ്പോ യൂത്തിന്റെ മീറ്റിംഗ് സഭായോഗമല്ല, കാരണം അത് യൂത്തിന് മാത്രമാണ്. സഹോദരിമാരുടെ മീറ്റിംഗ് സഭായോഗമല്ല, സഭയുടെ ഒരു യോഗമാണ്, കാരണം അത് സഹോദരിമാർക്ക്. എന്നാൽ ഉപദേശം പഠിക്കാനുള്ള മീറ്റിംഗ് സഭായോഗം, അതെല്ലാവരും സഭാംഗങ്ങൾ കൂടി വരേണ്ടത്. കൂട്ടായ്മയും അങ്ങനെയാണ്. സഭയുടെ പരിപാടികളിൽ ഒന്നാണ് കൂട്ടായ്മ. അതിൽ സഭയിലെ എല്ലാ അംഗങ്ങളും കൂടി വരേണ്ടത് ഒരു സഭായോഗം. അപ്പം നുറുക്കലും സഭാംഗങ്ങളെല്ലാം പങ്കെടുക്കേണ്ടതാണ്. അത് സഭയുടെ ഒരു യോഗമാണ്. പ്രാർത്ഥനയും അങ്ങനെ തന്നെയാണ്. സഭാംഗങ്ങൾ എല്ലാവരും കൂടി വരയണം എന്ന ദൈവവചനം നിർദ്ദേശിച്ചിട്ടുള്ള മീറ്റിങ്ങുകളുണ്ട്. ആക്ട്സ് ചാപ്റ്റർ 2:42 പറഞ്ഞിട്ടുള്ള 4 കാര്യങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ മീറ്റിങ്ങുകളും. പിന്നെ സ്പെഷ്യൽ ഒക്കേഷൻസ് ഉണ്ട്. സഭയിൽ അച്ചടക്ക നടപടിക്ക് വേണ്ടി പാപം ചെയ്യുന്ന ഒരു വിശ്വാസിയെ പുറത്താക്കാൻ 1 Corinthians 5-ാം അധ്യായം സഭ ഒരുമിച്ച് കൂടും. മിഷണറി റിപ്പോർട്ടുകൾ സ്വീകരിക്കാനായിട്ട് അവർ സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം അവരോടുകൂടെ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു. യെരുശലേമിൽ അപ്പോസ്തലന്മാരും സഭ മുഴുവനും മൂപ്പന്മാരും ഒരുമിച്ച് കൂടി ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന ആളുകളെ ന്യായപ്രമാണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ആചരിക്കണം എന്ന ഒരു വലിയ വിഷയം ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ അതൊരു സഭായോഗമാണ്. അപ്പോൾ ആ സഭയുടെ ഒരു ഭാഗത്തിന് മാത്രം മീറ്റിംഗ് ഉണ്ട്. സൺഡേ സ്കൂൾ അങ്ങനെയുള്ളതൊന്നാണ്, യൂത്ത് മീറ്റിംഗ് അങ്ങനെയുള്ളതാണ്, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അങ്ങനെയുള്ളതാണ്. അങ്ങനെ ഒരുപാട് മീറ്റിങ്ങുകളുണ്ട് സഭയുടെ. അതിൽ നിന്ന് സഭായോഗം എന്ന് ഞാൻ പറയുകയില്ല, കാരണം സഭയിലെ എല്ലാവരും കടന്നു വരുന്ന മീറ്റിങ്ങുകളാണ്. എവിടെ നിന്നോ നമുക്കൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്, ഞായറാഴ്ചത്തെ യോഗം മാത്രമാണ് സഭായോഗം. അല്ല, അതുകൊണ്ടായിരിക്കാം പല ആളുകളും ഞായറാഴ്ചത്തെ മീറ്റിങ്ങിൽ സജീവമായിട്ട് പങ്കെടുക്കുമ്പോൾ തന്നെ ഇടദിവസത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരിക്കുന്നതും അതിൻ്റെ ഒരു കാരണം ആയിരിക്കും. അല്ലാതെ ഇപ്പൊ ഞായറാഴ്ചത്തെ മീറ്റിങ്ങുകൾ ഈ ഇടദിവസം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് വിരോധമില്ല. ഇപ്പോ 9 തുടങ്ങി 11 വരെയുള്ളതായിരിക്കും 2 മണിക്കൂർ സമയം ഉപദേശം പഠിക്കാനായിട്ട് മാത്രം എല്ലാവരും സഭാക്കളും വന്നുചേരണം. അങ്ങനെ അവർ വന്നുചേരുന്നെങ്കിൽ ബുധനാഴ്ച ഉപദേശ ക്ലാസ്സിന് പകരം ഞായറാഴ്ച 9 തുടങ്ങി 11 വരെ ആക്കാം. അതുപോലെ തന്നെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞായറാഴ്ചകളുടെ ഉച്ച കഴിഞ്ഞ് 2 മണി തുടങ്ങി 4 മണി വരെയുള്ള സമയം കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. എല്ലാവരും സന്നിഹിതരായിരിക്കണം, എങ്കിൽ കുഴപ്പമൊന്നുമില്ല. പ്രാർത്ഥനയ്ക്ക് 2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണമല്ലോ, കുറഞ്ഞ് 2-3 മണിക്കൂർ മാറ്റി വെക്കണം. അപ്പോ കർത്തൃ ദിവസത്തിന്റെ 4 മണി തുടങ്ങി 7 മണി വരെ 8 മണി വരെയുള്ള സമയം പ്രാർത്ഥന യോഗമാക്കിയ യാതൊരു കുഴപ്പമില്ല. അപ്പം നുറുക്കൽ യോഗവും അതുപോലെ തന്നെ ഓടിച്ചിട്ട് അപ്പം നുറുക്കാതെ 2 മണിക്കൂറെങ്കിലും അതിനുവേണ്ടി മാറ്റിവെച്ചാൽ. ഇതതില്ലല്ലോ. ആ 10 മണിക്ക് വന്ന് 12 മണി 12:30 ആകുമ്പോ എല്ലാം പോവല്ലേ. എവിടെ ഉപദേശ ക്ലാസ്, എന്തോ ഉപദേശം ആര് പഠിപ്പിക്കും? കൂട്ടായ്മ യോഗം എവിടെയാണ്? ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കുന്നതൊന്നും കൂട്ടായ്മയൊന്നും അല്ല. കൂട്ടായ്മയുടെ അർത്ഥത്തിലേ അത് വരുന്നില്ല. അതുപോലെ പ്രാർത്ഥന എവിടെയാ? അപ്പൊ സഭ ഞങ്ങൾ ഞായറാഴ്ചത്തെ മതി, ഞങ്ങളെല്ലാം ബിസിയാണ്, മറ്റു ദിവസങ്ങളിൽ ഫ്രീ അല്ല, ഞങ്ങൾക്ക് ഞായറാഴ്ച മതി, കർത്താവിന്റെ ദിവസമാണ്. ഇപ്പൊ ഞങ്ങൾ രാവിലെ 7 മണി തുടങ്ങി 8 മണി തുടങ്ങി വൈകിട്ട് 6 മണി വരെയുള്ള സമയം ഞങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ മുഴുവൻ ദിവസം കൂടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ സഭായോഗം അല്ലാത്ത മീറ്റിങ്ങുകൾ നടത്തിയാൽ മതി. സൗകര്യമാരുടെ മീറ്റിംഗ്, യൂത്തിന്റെ മീറ്റിംഗ്, പിള്ളേരുടെ മീറ്റിംഗ് ബാക്കി ദിവസങ്ങൾ അതിനാ ഗ്രൂപ്പിൽപ്പെട്ടവർ വന്നാൽ മതി. ഇതിപ്പോ ദൈവത്തെ പറ്റിക്കാൻ വേണ്ടി നമ്മള് ഞായറാഴ്ച കർത്തൃദിവസമാണ് എന്ന് പറഞ്ഞ് എല്ലാം ആരെങ്കിലും 2 പ്രാർത്ഥിച്ചെന്നിരിക്കും. സഭയുടെ കാശ് കൊടുത്ത് അരി വാങ്ങിച്ച് ചോറുണ്ടാക്കി കഴിച്ചേച്ച് കൂട്ടായ്മയാന്ന് പറയും. കൂട്ടായ്മ എന്ന് പറഞ്ഞതല്ല, ആഴ്ച ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നാം ഒരുമിച്ച് പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എല്ലാവരും ഒരു പങ്കോടെ കൊണ്ടുവരികയും ഉച്ച കഴിഞ്ഞ് അത് ഒരുമിച്ച് പങ്കുവെച്ച് ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ മീറ്റിങ്ങുകളുടെ ഡെഫിനിഷൻ തന്നെ മാറ്റണം. തീർച്ചയായിട്ടും മാറ്റണം. നമുക്ക് എവിടെയോ ഒരു അബദ്ധം പറ്റിപ്പോയി. ആദ്യകാലത്ത് സഭായോഗങ്ങളൊക്കെ ഒരു ദിവസം മുഴുവനായിരുന്നു, അങ്ങനെയായിരുന്നു. അപ്പൊ അന്ന് ഇത് ശരിയായിരുന്നു. പിന്നെ വന്നപ്പോ ഇതൊക്കെ പേരിനാക്കി മേമ്പടിയായി ടീച്ചറെ. അത് പോരാ, നമുക്ക് മാറ്റണം എന്ന് പറഞ്ഞാൽ ആരാ മാറ്റുന്നത്? മിക്കവാറും സഭയിലെ മൂപ്പന്മാരെന്ന് പറയുന്നത് അവര് തന്നെ
പോലും അവർക്ക് സഭയുടെ എല്ലാ യോഗങ്ങൾക്കും വരാൻ കഴിയാതെ അവർ തന്നെ ബിസിയാണ്. നമുക്കതൊക്കെ പരിഹരിക്കാതെ നമ്മുടെ സഭകൾ അനുഗ്രഹിക്കപ്പെടുകയില്ല. പിന്നെ ഇങ്ങനെ പോവും, സഭകൾ ക്ഷീണിച്ച് പോവും. സഹോദരന്മാർക്ക് തമ്മിൽ സ്നേഹവുമില്ല, സഹോദരന്മാർക്ക് തമ്മിൽ ബന്ധവുമില്ല. ഞായറാഴ്ച എല്ലാവരും ഓടി വന്നു 10 മണിക്കത്തെ മീറ്റിംഗ് 10ഉം 10:30 11 മണിയാകുമ്പോൾ കയറി വരും. അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് അവസാനത്തെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് പേർ ഇറങ്ങിപ്പോവും. അപ്പം നുറുക്കി കഴിഞ്ഞാൽ ഉടനെ കുറച്ച് പേര് സ്ഥലം വീഴും. എൻ്റെ വാക്കുകൾ കേട്ടവർ അങ്ങനെ ഒരു തീരുമാനം എടുക്കും, നിങ്ങളുടെ സഭ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവും. കർത്താവെ, ഞങ്ങൾ ഇനിയും കൂടുതൽ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കും. ഞങ്ങൾക്ക് ആഴ്ചയിൽ ധാരാളം മീറ്റിങ്ങുകൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങൾ കൂടി വരും. കൂട്ടായ്മയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒപ്പം നുറുക്കാനും ദൈവവചന പഠനത്തിനും ഉപദേശ പഠനത്തിനും യുവാക്കന്മാരെ ഉത്സാഹിപ്പിക്കുവാനും സഹോദരിമാരെ പരസ്പരം ഉത്സാഹിപ്പിക്കുവാനും കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂൾ വചനം പറഞ്ഞു കൊടുക്കാനും പ്രായമായവർക്ക് ആവശ്യമായ ഉത്സാഹം പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് കൂടും. ഞങ്ങൾ കൂടി വരും. അങ്ങനെ നിങ്ങൾ കൂടി വന്നാൽ നിങ്ങൾ കർത്താവിൻ്റെ അന്ത്യോക്യയിലെ വിശ്വാസികൾക്ക് വന്നപോലുള്ള രൂപാന്തരം, അവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് സത്യക്രിസ്ത്യാനികൾ എന്ന പേരുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും.